സൗത്ത് ഇന്ത്യയിലെ മികച്ച ബിസിനസ് മാഗസിനായ സക്സസ് സെല്ലറുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഹോട്ടൽ ഡിമോറൽ സംഘടിപ്പിച്ച സ്മാർട്ട് ഇന്ത്യ ബിസിനസ് കോൺക്ലേവ് 2025 സീസൺ 3 എന്ന പരിപാടിയുടെ ഭാഗമായാണ് ഷെഫ് എം.എ. സക്കീറിന് സക്സസ് സെല്ലർ സോഷ്യാലിറ്റി കമ്മിറ്റഡ് culinary എക്സലൻസ് ഓഫ് ദി ഇയർ അവാർഡ് നൽകി ആദരിച്ചു. മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജെ. ചിഞ്ചുറാണി ചേർന്ന് പുരസ്കാരം സമ്മാനിച്ചു. വി.കെ. പ്രശാന്ത് എം.എൽ.എ. എക്സലൻസ് സർട്ടിഫിക്കറ്റ് കൈമാറി. വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ചിഞ്ചുറാണിയും ചേർന്ന് നിർവഹിച്ചു. മുൻ മന്ത്രി വി. സുരേന്ദ്രൻപിള്ള, വട്ടിയൂർക്കാവ് എം.എൽ.എ. അഡ്വക്കേറ്റ് വി.കെ. പ്രശാന്ത്, ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ എം.ആർ. തമ്പാൻ, ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ജനറൽ മാനേജർ സജിത ജിനാഥ്, കൗൺസിലർ പാളയം രാജൻ, ജസീന്ത മോറിസ്, സിനി ആർട്ടിസ്റ്റ് മായ സുബു, രഞ്ജിത്ത് കൊല്ലങ്കോണം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമസ്കാരം. ഞാനൊരു ബിസിനസ്സുകാരനല്ല. എൻ്റർപ്രണർ എന്ന ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന ആളാണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു ഷെഫാണ്. കഴിഞ്ഞ 26 വർഷമായി അടുക്കളക്കകത്ത് തന്നെ ജീവിക്കുന്ന ആളാണ്. സ്കൂളിൽ 8ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് നാട്ടിലെ പാചകക്കാരുടെ കൂടെ പാത്രം കഴുകാൻ പോയി തുടങ്ങി. 2010 ബഹ്റിൻ ഗൾഫ് ഹോട്ടൽ എന്ന് പറയുന്ന ഗൾഫ് ഇന്റർനാഷണൽ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് റിസൈൻ ചെയ്ത് സ്വന്തമായ ഒരു കാറ്ററിംഗ് സ്ഥാപനം തുടങ്ങി കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ ചെറിയൊരു കച്ചവടമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. അപ്പോൾ കാറ്ററിംഗ് എന്ന് പറയുന്നൊരു രംഗത്ത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഹോട്ടൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ കാറ്ററിംഗ് ഇൻഡസ്ട്രിക്ക് ഇത്തരമൊരു വേദിയിൽ വന്നു നിൽക്കാനുള്ള പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നല്ല കോമ്പറ്റീഷനുള്ള മേഖലയാണ്. ഇഷ്ടംപോലെ ആളുകളെ അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ആളുകളെ ചൂസ് ചെയ്യാനുണ്ട്, കിട്ടാനുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു വേദിയിലേക്ക് എനിക്ക് കടന്നു വരാൻ സാധിച്ചതെന്ന് തോന്നുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ അതിനകത്ത് 2010 ഞാൻ പറഞ്ഞു 2010 ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് റിസൈൻ ചെയ്ത് സ്വന്തമായി കാറ്ററിംഗ് സ്ഥാപനം തുടങ്ങുന്നത്. എനിക്ക് പഠിക്കുന്ന കാലം മുതലേ ഈ പോർഷൻ കുക്കിംഗ് എൻ്റെ ഒരു മനസ്സിലില്ല. എനിക്ക് എപ്പോഴും ബൾക്ക് കുക്കിംഗ് ആണ്. ഒരു തവി കൊണ്ട് ഇളക്കുന്നതിന് പകരം ഒരു ചട്ടവും കൊണ്ട് ഇളക്കുന്നത് തന്നെയായിരുന്നു എപ്പോഴും എൻ്റെ മനസ്സിൽ. അപ്പോൾ ആ ഒരു ആഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ ഹോട്ടൽ ജോലി ഉപേക്ഷിച്ച് കാറ്ററിംഗ് രംഗത്തേക്ക് വരുന്നത്. പക്ഷെ വളരെ യാദൃശ്ചികമായി എൻ്റെ ഒരു സുഹൃത്തായിരുന്ന ഒരു പ്രധാന അധ്യാപകൻ സ്കൂളിലെ അമ്മമാരിങ്ങനെ സ്കൂളിൽ വന്നിട്ട് എപ്പോഴും പരാതി പറയുകയാണ്, കുട്ടികൾ വീട്ടിൽ നിന്നൊന്നും കഴിക്കുന്നില്ല എന്ന്. മുമ്പ് പഠിക്കുന്നില്ല എന്നായിരുന്നു പരാതി, ഇപ്പം കഴിക്കുന്നില്ല എന്നാണ് പരാതി. അവിടെ നിങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ടിപ്സ് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് സ്കൂളിൽ പോയി സംസാരിക്കുന്നൊക്കെ ഇപ്പം തന്നെ ഞാൻ നിൽക്കുന്നത് ഏത് സമയത്ത് ഇതിനെ സമീപിക്കുക എന്നുള്ളൊരു ധൈര്യത്തിലാണ്. അപ്പം നമുക്ക് പാചകമാണ് നമ്മുടെ ജോലി, പാചകം നമുക്ക് ശീലമല്ല. അപ്പം അങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്ന എന്തിനെക്കുറിച്ച് പറയുമെന്ന് ഗൗരവത്തിൽ പരിശോധിച്ചപ്പോൾ എനിക്ക് തോന്നി ധൈര്യത്തിൽ നമ്മുടെ അമ്മമാരോട് നിങ്ങളുടെ കുട്ടിക്ക് ഇന്ന ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളൂ, അതുകൊണ്ട് കുട്ടിക്ക് ഗുണമുണ്ടാകുമെന്ന് പറയാൻ സാധിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ നമ്മുടെ അടുക്കളയിൽ പോലും നമ്മൾ തയ്യാർ ചെയ്യുന്നത് വളരെ കുറവാണ് എന്ന് മനസ്സിലായപ്പോൾ കുറച്ചുകൂടി ഗൗരവത്തിൽ ഈ ജോലിയെ സമീപിക്കുകയും ഇപ്പോൾ നമ്മൾ കാണുന്ന ഇവൻസുകൾ, കാറ്ററിംഗ് ചടങ്ങുകളൊക്കെ വലിയ വീഡിയോസോ ബ്ലോഗ്സോ ഒക്കെ നമ്മൾ കാണുമ്പോൾ കെട്ടിലും മട്ടിലും ഘടനയിലും കൗണ്ടറുകളിലും വിളമ്പുന്ന ആളുകളിലും ഒക്കെ വർണ്ണശബളിമയുള്ള വലിയ ചടങ്ങുകളാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിൻ്റെ അടുക്കള ചിത്രീകരിക്കുമ്പോൾ എപ്പോഴും ഒരു 70കളിലോ 80കളിലോ നിൽക്കുന്ന അടുക്കളകൾ കൈലിമുണ്ടത്തോ, അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഒരു പുതിയ കാലത്തിനനുസരിച്ച് പണ്ടത്തെ പോലത്തെ നമ്മുടെ ഒരു ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്ന് പറയുന്ന സാധാരണ പച്ചമസാലകൾക്ക് പകരം ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസും സെക്കൻഡ് ക്ലാസ് പ്രിസർവേറ്റീവ്സും ഒക്കെ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു കാലത്ത് അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതിനനുസരിച്ച് മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് കഴിക്കുന്ന ആൾ നമുക്ക് എത്രത്തോളം ആഹാര സാക്ഷരതയുണ്ട്, അതുകൊണ്ട് വരുന്ന തലമുറയോട് നീതി പുലർത്താൻ അടുക്കള സുതാര്യമാക്കുക എന്നുള്ളൊരു തത്വം അല്ലെങ്കിൽ ഒരു ധർമ്മം മനസ്സിലേറ്റെടുത്ത് അതിനകത്ത് എന്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നാലും അതിൻ്റെ പേരിൽ എന്ത് കച്ചവടമില്ലാതായാലും ഭക്ഷണത്തിൽ ഒരു തരത്തിലും കലർപ്പ് കാണിക്കില്ല എന്ന് ഉറച്ച് ഈ മേഖലയിൽ ഇറങ്ങിയ ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം ഇത്തരൊരു വേദിയിൽ എനിക്ക് കടന്നു വരാൻ സാധിച്ചത് എന്ന് തോന്നുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആരോഗ്യം മാത്രം നോക്കുമ്പോൾ ആദായത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ട് പോയ സമയമുണ്ട്. പക്ഷെ ഇപ്പം നമ്മളെ തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ട കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. കാരണം അന്യർക്ക് പ്രവേശനമില്ല എന്ന ബോർഡിന് പകരം ഏവർക്കും സ്വാഗതം എന്ന് ബോർഡ് വെക്കാൻ സാധിക്കുന്ന, വ്യക്തി ശുചിത്വവും മറ്റ് ക്യാപ്പൊക്കെ ധരിക്കുന്ന ഏതൊരാൾക്കും പ്രവേശിക്കാൻ സാധിക്കുന്ന അടുക്കളകൾ ഉണ്ടാകണം. നമ്മുടെ എല്ലാ ഹോട്ടലുകളിലും എല്ലാ കല്യാണ വീടുകളിലും മുമ്പിൽ തന്നെ ഇതുപോലുള്ള സ്ക്രീനിൽ അടുക്കള പ്രദർശിപ്പിക്കാൻ സാധിക്കണം എന്നൊക്കെയാണ് എൻ്റെ എളിയ ആഗ്രഹം. അങ്ങനെയൊക്കെ സമീപിക്കുന്ന ആളുകൾ വരികയും ഇപ്പോൾ അടുത്ത വർഷം 2026 ജനുവരി വരെ, അതിൽ ജൂൺ ജൂലൈ എന്ന് പറയുന്ന ഓഫ് സീസണിൽ കുറച്ച് കുറവാണ് എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ ശനിയും ഞായറുകളും ഫംഗ്ഷൻ അഡ്വാൻസ് വാങ്ങി ഇപ്പോൾ ഏകദേശം സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു ചെറിയ ഷെഫാണ് ഞാൻ. താങ്ക് യു.
താങ്ക് യു. താങ്കൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇപ്പോൾ താങ്കൾ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ് ഷെഫ് എന്ന് പറയുമ്പോൾ. ഹോട്ടലിന്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഭക്ഷണം. പക്ഷേ ഈ പ്രൊഡക്റ്റും ബിസിനസ്സും രണ്ട് തരത്തിലൊക്കെ ഉണ്ട്. ബിസിനസ് മാനേജ് ചെയ്യുന്ന വേറാണ്, പ്രൊഡക്റ്റ് വേറാണ്. പല സമയത്തും ഈ പ്രൊഡക്റ്റിലേക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പല ബിസിനസ്സുകാർക്കും ബിസിനസ് നടത്തിക്കൊണ്ടാൻ പറ്റാറില്ല. എങ്കിൽ താങ്കൾ എങ്ങനെയാണ് ഒരു ഷെഫ് എന്നുള്ള പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ നിന്നുകൊണ്ട് ഈ ബിസിനസ്സിനെ എങ്ങനെ വളർത്തിയെടുക്കുന്നു? ഞാനത് എൻ്റെ സംസാരം ദീർഘമായി പോകുന്ന പേടിച്ചിട്ടാണ് നിർത്തിയത്. കാരണം വളരെ നല്ല ചോദ്യമായിരുന്നു. പറഞ്ഞു നിർത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗൾഫ് നിർത്തി വന്നപ്പോൾ ഞാൻ ഷെഫാണ് എന്നുള്ള അഹങ്കാരം, 5 സ്റ്റാറോടത്ത് റിസൈൻ ചെയ്ത് വന്ന ഷെഫാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മേഖലയെ കുറിച്ച് എല്ലാം അറിയാവുന്ന അഹങ്കാരത്തിൽ തന്നെയാണ് സ്വന്തമായിട്ട് നാട്ടിൽ 2000 സ്ക്വയർ ഫീറ്റ് കിച്ചണൊക്കെ ഉണ്ടാക്കി കാറ്ററിംഗ് തുടങ്ങി. 2-3 വർഷം വളരെ ഭംഗിയായി പോയി. 3 വർഷം കോവിഡ് അങ്ങ് തുടങ്ങി, ഫണ്ട് ഫ്ലോ അങ്ങ് നിന്നപ്പോൾ പിറ്റേ ദിവസം ആളുകൾ വീട്ടിൽ നോക്കി വരാൻ തുടങ്ങുന്ന അവസ്ഥയായി. കാരണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം, ഞാനൊരു നല്ല കുക്കായിരിക്കാം, പക്ഷെ ഒരു കാരണവശാലും ഞാനൊരു നല്ല ബിസിനസ്സുകാരനെ ആയിരുന്നില്ല. വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, നേരത്തെ പറഞ്ഞതുപോലെ 99.9% പൊട്ടിയെടുത്ത് നിന്നത് കൊണ്ട് അവിടുന്ന് രണ്ടാമത് തിരിച്ചു വരാൻ പറ്റി. പക്ഷെ അപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി മനസ്സിലായി, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. ഞാൻ കുക്കാണ്, ഞാൻ അടുക്കളയിലേക്ക് ചുരുങ്ങണം, മറ്റു മേഖലകൾ അത് കൈകാര്യം ചെയ്യാൻ യോഗ്യതയുള്ള ആളുകളെ ഏൽപ്പിക്കണം. അപ്പോൾ ഓരോ വിഭാഗവും അതിന് പ്രധാന അക്കൗണ്ട്സ് ആണെങ്കിലും പർച്ചേസ് ആണെങ്കിലും അതിന് മാർക്കറ്റിംഗ് ആണെങ്കിലും അതിനെ പറ്റിയ ആളുകളെ വെച്ചിട്ടാണ് ഇപ്പോൾ സ്ഥാപനം എന്നുള്ളതിൽ ആ മേഖല കൊണ്ടുപോകുന്നത്. ഞാൻ പൂർണ്ണമായിട്ട് അടുക്കളയിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. താങ്ക് യു.